Welcome back all. Now we are discussing about the topics symmetric and anti-symmetric or skew-symmetric matrix and Hermitian and skew-Hermitian matrix. First topic, symmetric and anti-symmetric or skew-symmetric matrix. A score matrix A is equal to matrix Aij is said to be symmetric provided Aij is equal to Aj for all values of I and j. If A transpose is the transpose of a score matrix A is equal to matrix Aij n by n, then equation 1, A transpose is equal to matrix Aj n by n. Therefore, equation 1 implies that A transpose is equal to A. Thus, a symmetric matrix is one whose transpose coincides with the matrix itself. Equation 2 represents the necessary and sufficient condition for the matrix A to be symmetric. Symmetric and skew-symmetric matrix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക് ആയാലും സ്ക്യൂ സിമെട്രിക് ആയാലും സ്ക്വയർ മെട്രിക്സിൻ്റെ ബേസിലാണ് നമ്മളതിനെ പറയുക. ഈ സിമെട്രിക് മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും എന്നാണ് പറയണത്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, റോസും കോളംസും ഈക്വൽ ആവുന്ന മെട്രിക്സിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. അതായത് 2x2 മെട്രിക്സ്, 3x3 മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിക്കഴിഞ്ഞാൽ ഇത് സിമെട്രിക് ആണെന്നാണെന്ന് പറയുന്നുള്ളൂ. അത്രേ ഇതിൽ പറയുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കാം. A is equal to മെട്രിക്സ് 2 6 6 3 ഒരു 2x2 മെട്രിക്സ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ എന്താ വരിക? ട്രാൻസ്പോസ് കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ഇൻ്റർചേഞ്ചിങ് ദി റോസ് ആൻഡ് കോളംസ്. ഫസ്റ്റ് റോനെ നമ്മൾ ഫസ്റ്റ് കോളായിട്ടും സെക്കൻഡ് റോനെ സെക്കൻഡ് കോളായിട്ടും എഴുതാൻ പോവാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 6 6 3. അപ്പോൾ എന്താണ്? എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണ്. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രമേ ഇങ്ങനെ ഇത് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ എ is equal to എ ട്രാൻസ്പോസ്. ഇനി ബി is equal to നമ്മളൊരു 3x3 മെട്രിക്സ് നോക്കുകയാണ്. മെട്രിക്സ് 1 2 6 2 8 4 6 4 3. ബി ട്രാൻസ്പോസ് എന്ത് വരും? ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം, തേർഡ് റോയിനെ തേർഡ് കോളായിട്ട് എഴുതാണ്. അപ്പോൾ ബി ട്രാൻസ്പോസ് is equal to മെട്രിക്സ് 1 2 6 2 8 4 6 4 3. ബി is equal to ബി ട്രാൻസ്പോസ്. ബിയും ബി ട്രാൻസ്പോസും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ജനറൽ ഫോം പറയാം. ബി is equal to മെട്രിക്സ് A11 A12 A13 A21 A22 A23 A31 A32 A33 നോക്കാം. ഇതിത്തെ A12ഉം A21ഉം ഈക്വൽ ആണ്. രണ്ടും ഏതാണ്? 2 2 തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ A13ഉം A31ഉം നമ്മൾ ഏതാണ്? 6 6 തന്നെ എടുത്തിരിക്കണം. അതേപോലെ A23ഉം A32ഉം നമ്മൾ എന്തായിരിക്കും? 1 തന്നെ 4 തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് Aij is equal to മെട്രിക്സ് Aj for all values of I and j എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി സ്ക്യൂ സിമെട്രിനെ കുറിച്ച് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് A is equal to മെട്രിക്സ് Aij is said to be anti-symmetric or skew-symmetric provided Aij is equal to minus Aj for all values of I and j. If A transpose is the transpose of the square matrix A is equal to matrix Aij n by n, A transpose is equal to matrix Aj n by n. Therefore, equation 3 implies that A transpose is equal to minus A. Skew Hermitianൽ എന്താണ്? A transpose is equal to minus A ആണ്. ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ക്യൂ സിമെട്രിക്കും എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആയി കഴിഞ്ഞാൽ അത് സിമെട്രിക് മെട്രിക്സും ആണെന്നാണ് പറയണത്. രണ്ടാളും എന്താണ്? സ്ക്വയർ മെട്രിക്സിൻ്റെ ബേസിലാണ് രണ്ടാളും പറയാൻ പറ്റുള്ളൂ. അതേപോലെ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എയും സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എയും വേണം. ഇതിനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 0 4 -4 0യും എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 -4 4 0 എന്ന് വരും. അപ്പോൾ എന്താണ്? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണ് നമ്മളുടെ എന്ത്? സ്ക്യൂ സിമെട്രിക്. ഇതിൽ എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണോ?
അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു നമ്മളൊരു മൈനസിനെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് അതിന് മൈനസിനെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? മൈനസിനെ പുറത്തെടുത്താൽ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മെട്രിക്സ് 0 4 -4 0 എന്ന് വരും. ഈ 0 4 -4 0 എന്ന് പറയുന്നത് മെട്രിക്സ് ഏതാണ്? എ ആണ്. അപ്പോൾ എ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എ എന്ന് വരും. എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണ്. മൈനസ് എ ആണ് എ ട്രാൻസ്പോസ് അല്ലേ? മൈനസ് എ ആണ് എ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയൊക്കെ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞത്? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണെന്ന് പറഞ്ഞു. ഇവിടെ മൈനസ് എ ആണെന്ന് കിട്ടി. This is skew symmetric matrix A is one for which A transpose is equal to minus A equation represent the necessary and sufficient condition for a skew symmetric matrix. For I is equal to J, equation 3 gives AII is equal to AII or 2AII is equal to 0, that is AII is equal to 0. Hence all the diagonal elements of skew symmetric matrix are 0. എന്താ പറയാനുള്ളൂ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയാലും അതെന്താണെന്ന് പറയുന്നത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ബി ഈസ് ഈക്വൽ ടു 0 4 8 -4 0 3 -8 -3 0. ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളായിട്ടും സെക്കൻഡ് റോനെ സെക്കൻഡ് കോളായിട്ടും തേർഡ് റോനെ തേർഡ് കോളായിട്ടും എഴുതാണ്. അപ്പോൾ എന്ത് വരും? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു 0 -4 -8 4 0 -3 8 3 0 വരും. ഇനി എന്താണ്? മൈനസിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ എന്താണ്? മൈനസ് ഇൻറ്റു 0 4 8 -4 0 3 -8 -3 0. ഇനി നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കൊണ്ടിട്ട് ഉള്ളിലേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൈനസ് ഇൻറ്റു 0 തന്നെ. മൈനസ് ഇൻറ്റു 4 -4 മൈനസ് ഇൻറ്റു 8 -8. ബി ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് റോ നോക്കുക. ഇനി ബി ട്രാൻസ്പോസിൻ്റെ സെക്കൻഡ് റോയ്ക്ക് നോക്കുക. മൈനസ് ഇൻറ്റു -4 +4 മൈനസ് ഇൻറ്റു 0 മൈനസ് ഇൻറ്റു 3 -3. ഇനി ബി ട്രാൻസ്പോസിൻ്റെ തേർഡ് റോ നമുക്ക് കിട്ടുന്നുണ്ടാക്കാം. മൈനസ് ഇൻറ്റു -8 മൈനസ് ഇൻറ്റു -3 +3 മൈനസ് ഇൻറ്റു 0. അപ്പോൾ എന്താണ്? ഈ ബി ട്രാൻസ്പോസ് ആണ് എന്ത്? 0 4 8 -4 0 3 -8 -3 0 ആണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ നമ്മൾ ബി ഇട്ടെടുത്തു. പിന്നെ അവിടെ എന്താണ് അധികം ഉള്ളത്? മൈനസും. അപ്പോൾ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -b എന്ന് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ എന്താണ്? ഇത് നമ്മൾ ജനറൽ ഫോമായിട്ട് എഴുതി കഴിഞ്ഞാൽ A11 A12 A13 A21 A22 A23 A31 A32 A33. ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയി കഴിഞ്ഞാലും അതിന് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. അതായത് A11 A22 A33 is equal to 0 ആണ്. അപ്പോൾ എന്താണ്? AII is equal to 0. ഇല്ലെങ്കിൽ എന്ത് പറയാം? AII equal to 0. For any square matrix A with real entries. First one, A plus A transpose is symmetric matrix, and second one, A minus A transpose is skew symmetric matrix. A plus A transpose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക്കും A minus A transpose എന്ന് പറഞ്ഞാൽ സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയണത്. നമുക്കതിനൊരു എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ A is equal to മെട്രിക്സ് 3 2 4 5 6 7 4 1 3. അപ്പോൾ നമ്മളിൽ എന്ത് പറയണം? സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്ന് നമുക്ക് തെളിയിക്കാനുണ്ട്. ആദ്യം നമുക്ക് എ ട്രാൻസ്പോസ് കാണാം. എന്താണ്? അല്ല, നമുക്കിതിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം എന്താണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ അല്ലാന്ന്. കാരണം എന്താണ്? 3/3 മെട്രിക്സ് ആകുമ്പോൾ നമ്മളുടെ എന്ത് വരും? A12ഉം A21ഉം എന്താവണം? ഈക്വൽ ആവണം. അല്ലെങ്കിൽ ഏതാണ്? A13ഉം A31ഉം ഈക്വൽ ആവണം. അല്ലെങ്കിൽ എന്താവണം? A23ഉം A32ഉം ഈക്വൽ ആവണം. ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്കത് ഈക്വൽ അല്ലാന്ന്. അപ്പോൾ എന്താണ്? എ ട്രാൻസ്പോസ് എ പറയുന്നത് AIJ നോട്ട് ഈക്വൽ ടു AJI ആണ്.
ആദ്യം നമുക്ക് എ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുനോക്കാം. എന്താണ് എ ട്രാൻസ്പോസ്? അങ്ങനെ അപ്പോൾ നമുക്ക് എന്താണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്ന്, എ ട്രാൻസ്പോസ് നോട്ട് ഈക്വൽ ടു എ ആണ്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യണത്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ട്രാൻസ്പോസ് പറയണത് എന്താണ്? മെട്രിക്സ് ഫസ്റ്റ് റോന് ഫസ്റ്റ് കോളായിട്ട് എഴുതാണ് 3 5 4 നമ്മളിതിനെ ഫസ്റ്റ് കോളത്തിനെയാണ് ഫസ്റ്റ് റോ ആയിട്ട് എഴുതണത്. പിന്നെ ഇത് സെക്കൻഡ് കോളത്തിനെയാണ് സെക്കൻഡ് റോ ആയിട്ട് എഴുതണത് എ ട്രാൻസ്പോസ് കാണുമ്പോൾ. പിന്നെ തേർഡ് കോളത്തിനെയാണ് തേർഡ് റോ ആയിട്ട് കാണുന്നത്. അങ്ങനെ മെട്രിക്സ് 3 5 4 2 6 1 4 7 3 കിട്ടുകയാണ്. പിന്നെ എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യാണ്. എയും എ ട്രാൻസ്പോസ് തമ്മിൽ സമ്മിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മെട്രിക്സ് 6 7 8 7 12 8 8 8 6 കിട്ടണം. അപ്പോൾ ഈ എ പ്ലസ് എ ട്രാൻസ്പോസിന് നമ്മൾ ബി എന്ന് പറഞ്ഞിട്ടൊരു പേരിടാണ്. അപ്പം മെട്രിക്സ് ബീൻ്റെ ട്രാൻസ്പോസ് കാണാണ്. നമുക്ക് എന്ത് കിട്ടും? 6 7 8 7 12 8 8 8 6 എന്ന് കിട്ടും. അപ്പോൾ ഈ ബിയും ബി ട്രാൻസ്പോസും തമ്മിൽ ഈക്വലാണ്. അപ്പോൾ ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ആണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എന്താണ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവ തമ്മിൽ നമ്മൾ എന്ത് പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്ന്. പക്ഷെ ഇതിലെന്താണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടിട്ട് നമ്മളതിനെ തമ്മിൽ ഈക്വൽ ചെയ്യണത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ആണെന്ന് ഉത്തരം കിട്ടി. അതേപോലെ നമുക്ക് എന്ത് നോക്കണം? എ മൈനസ് എ ട്രാൻസ്പോസ് നോക്കണം. എ ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 ആണ്. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 4 7. ഇതിന് ഫസ്റ്റ് കോളത്തിന് ഫസ്റ്റ് റോ ആയിട്ടും സെക്കൻഡ് കോളത്തിന് സെക്കൻഡ് റോ ആയിട്ടും തേർഡ് കോളത്തിന് തേർഡ് റോ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 4 7 2 5 8 3 6 9. എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 -2 -4 2 0 -2 4 2 0. ഈ എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ നമ്മൾ പേരിടാണ് സി എന്ന് പറഞ്ഞിട്ട് മെട്രിക്സിന് പേരിടാണ്. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് 0 2 4 -2 0 2 -4 -2 0 കിട്ടുകയാണ്. നമ്മളെന്താണ് മൈനസിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യാണ്. അപ്പോൾ എന്താണ്? മൈനസ് ഇൻറ്റു 0 -2 -4 2 0 -2 4 2 0 എന്ന് കിട്ടുകയാണ്. അപ്പോൾ മൈനസിനെ അവിടെ വെച്ചിട്ട് മറ്റ് മെട്രിക്സിനെ നോക്കുകയാണെങ്കിൽ 0 -2 -4 2 0 -2 4 2 0 എന്ന് പറയുന്നത് സി മെട്രിക്സ് ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു സി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് സി ആണ് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഒരു എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ് നമുക്ക് തെളിയിക്കാൻ കഴിയണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് എ ട്രാൻസ്പോസ് കാണുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിമെട്രിക് ആണ് തെളിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എ മൈനസ് എ ട്രാൻസ്പോസ് കാണാം. Any square matrix can be expressed as the sum of symmetric and skew symmetric matrix. സ്ക്വയർ മെട്രിക്സ് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറയണത്? സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്സിൻ്റെയും സം ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്നാണ് പറയണത്. അതിൻ്റെ ഇക്വേഷനാണ് എ ഈക്വൽ ടു ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഇനി ഇവിടെ എന്താ ഹാഫ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. എന്താ എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് പോരെ എന്നൊരു സംശയം ഉണ്ടാവും. എ ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസും മൈനസ് എ ട്രാൻസ്പോസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് എ പ്ലസ് എ ആണ്. എ പ്ലസ് എ 2a, എ ഈക്വൽ ടു 2a, എ നോട്ട് ഈക്വൽ ടു 2a ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് എ ട്രാൻസ്പോസിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എ മൈനസ് എ ട്രാൻസ്പോസിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മളതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് എ പ്ലസ് ഹാഫ് എ ട്രാൻസ്പോസ് പ്ലസ്
ഹാഫ് എ മൈനസ് ഹാഫ് എ ട്രാൻസ്പോസ് കിട്ടാണ്. പ്ലസ് ഹാഫ് എ ട്രാൻസ്പോസും മൈനസ് ഹാഫ് എ ട്രാൻസ്പോസും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹാഫ് എ പ്ലസ് ഹാഫ് എ കിട്ടും. എ ഇൻറ്റു ഹാഫ് പ്ലസ് ഹാഫ് പറയണത് 1 ആണ്. എ ഇൻറ്റു 1 എ ആണ്. എ ഈക്വൽ ടു എ കിട്ടണം. അപ്പം എന്താണ്, രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കണത്. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 1 2 3 4ഉം എ ട്രാൻസ്പോസ് കാണണം മെട്രിക്സിൻ്റെ 1 3 2 4. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ത് കിട്ടും, 2 5 5 8 കിട്ടണം. ആ മെട്രിക്സ് നമ്മളൊരു പേരിടാണ് ബി. ഇനി ബീൻ്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, 2 5 5 8 എന്ന് കിട്ടണം. അപ്പോൾ ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ആണെന്ന് നമുക്ക് ആൻസർ കിട്ടി. അതേപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് കാണാണ്. എ മൈനസ് എ ട്രാൻസ്പോസ് അതേപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 0 മെട്രിക്സ് 0 -1 1 0 എന്ന് കിട്ടും. നമ്മൾ സി എന്ന് പേരിടാണ്. സി എന്ന് പേരിടാണ്. ഇതിൻ്റെ സി ട്രാൻസ്പോസ് എന്താ വരിക നോക്കാം. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സി ട്രാൻസ്പോസ് കണ്ടിട്ട് സിയും സി ട്രാൻസ്പോസും ഈക്വൽ ആണോ എന്ന് നോക്കാം. നമ്മൾ നേരിട്ട് ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസിക്ക് നമ്മൾ എന്ത് ചെയ്യുക, എ പ്ലസ് എ ട്രാൻസ്പോസും എ മൈനസ് എ ട്രാൻസ്പോസും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മെട്രിക്സ് 2 5 5 8 പ്ലസ് ഹാഫ് ഇൻറ്റു 0 -1 1 0 കിട്ടുകയാണ്. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മെട്രിക്സ് 2/2 5/2 5/2 8/2 പ്ലസ് 0/2 മൈനസ് 1/2 1/2 0 കിട്ടുകയാണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 2/2 is equal to 1, 5/2 അതേപോലെ തന്നെ 5/2 8/2 4ഉം അതേപോലെ 0/2 0 -1/2 -1/2 തന്നെയാണ്. 1/2 ഹാഫ് അവിടെ 0. ഇനി ഇത് രണ്ടും നമ്മൾ സം ചെയ്യാണ്. 1 + 0 1 5/2 പ്ലസ് -1/2 is equal to 4/2 4/2 is equal to 2. അപ്പോൾ 1 2 കിട്ടി. ഇനി 5/2 പ്ലസ് 1/2 ചെയ്യുമ്പോൾ 6/2 കിട്ടും. 6/2 is equal to 3 ആണ്. പിന്നെ 4 + 0 4. അപ്പോൾ എന്താണ് മെട്രിക്സ് 1 2 3 4 is equal to എ പറയണത്. നമ്മൾ എ പറയണത് എന്താണ് എടുത്തിരുന്നത്, 1 2 3 4 തന്നെയാണ്. നമുക്ക് ആൻസർ കിട്ടിയതും 1 2 3 4 ആണ്. അപ്പോൾ എന്താണ് പറയണത്, എ is equal to ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എക്ക് ഈക്വൽ ആണെന്ന് പറയണം. അടുത്ത ടോപ്പിക്, ദ ലാസ്റ്റ് ടോപ്പിക്, ഹെർമിഷൻ ആൻഡ് സ്ക്യൂ ഹെർമിഷൻ മെട്രിക്സ്. A square matrix A is equal to Aij is said to be Hermitian matrix if Aij is equal to Aji conjugate for all values of I and j. If A transpose of conjugate is the transposed conjugate A is equal to Aji n by n, then now equation 1 implies A transpose of conjugate is equal to matrix Aji conjugate n by n is equal to n A. Thus a Hermitian matrix is one whose transposed conjugate or Hermitian adjoint coincides with the matrix itself. Equation 2 represent the necessary and sufficient condition for a matrix A to be Hermitian. For I equal to j, equation 1 gives Aii is equal to Aii conjugate for all values of, that is, every diagonal element of a Hermitian matrix is equal to its complex conjugate, and it's only possible if all the diagonal elements of a Hermitian matrix are real numbers. If A is any Hermitian matrix, then K is Hermitian if K is any real number. ഹെർമിഷൻ ആയാലും സ്ക്യൂ ഹെർമിഷൻ ആയാലും സ്ക്വയർ മാട്രിക്സിൻ്റെ ബേസിൽ തന്നെയാണ് പറയുക. ഇതിൽ പറയണത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്സിൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിരുന്നു. ഇവിടെ എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു എ ആണ്.
അത്രേ നോക്കണ്ടുള്ളൂ. ഹെർമീഷനിലാകുമ്പോൾ എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ്സ് ഈസ് ഈക്വൽ ടു എ ആണ്. എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു എ. സ്ക്യൂ ഹെർമീഷൻ ആകുമ്പോഴോ എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എയും ആവും. അവിടേക്ക് വരാം. ആദ്യം നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ബി പ്ലസ് ഐ ബി പ്ലസ് ഐ സി ബി മൈനസ് ഐ സി ഡി. അപ്പോൾ എ തീറ്റ എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് ഓർ എ കോൺജുഗേറ്റ് ഓഫ് ട്രാൻസ്പോസ്. എന്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് കോൺജുഗേറ്റ് കാണാം, അല്ലെങ്കിൽ എ കോൺജുഗേറ്റ് കണ്ടിട്ട് ട്രാൻസ്പോസ് കാണാം. എ ട്രാൻസ്പോസ് പറയുമ്പോൾ എന്ത് കിട്ടും? എ ബി മൈനസ് ഐ സി ബി പ്ലസ് ഐ സി ഡി. എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് വരുമ്പോൾ എ ബി പ്ലസ് ഐ സി ബി മൈനസ് ഐ സി ഡി. എയും എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു A transpose of conjugate. A transpose conjugate is equal to A transpose conjugate. ഇനി നമ്മൾ പറയാൻ പോണത് സ്ക്യൂ ഹെർമിഷ്യൻ മെട്രിക്സ്. Any square matrix A is equal to matrix Aij is set to skew Hermitian or anti-Hermitian matrix if Aij is equal to minus Aj conjugate for all values of I and j. If A transpose of conjugate is the transposed conjugate of A is equal to matrix Aij n by n, then A transpose conjugate matrix Aji conjugate n by n. Now equation 1 implies that A transpose of conjugate is equal to minus Aij conjugate n by n is equal to minus A. Thus a skew Hermitian is one whose transposed conjugate coincides with the negative of the matrix. Equation 5 represents the necessary and sufficient condition for a matrix A to be skew Hermitian. For I equal to j, equation 4 gives Aij is equal to minus Aji conjugate, that is Aii plus Aii conjugate is equal to 0. Now writing Aii is equal to x plus iy, where x and y are real numbers. Then Aii conjugate is equal to x minus iy. Therefore Aii plus Aii conjugate is equal to 2x. Comparing 6 and 7, we get x equal to 0. Therefore A1i equal to iy is equal to root of minus 1y. This proves that every diagonal element of a skew Hermitian matrix is either 0 or a pure imaginary numbers. Skew Hermitian എന്ന് പറയുമ്പോൾ ഒന്നേ ശ്രദ്ധിക്കേണ്ടുള്ളൂ, എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു എ ആണെന്ന് ശ്രദ്ധിച്ചാൽ മതി. എ ഐ ജി ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആണെന്നും എ ഐ ജി ഇസ് ഈക്വൽ ടു മൈനസ് എ ജെ ഐ കോൺജുഗേറ്റ്. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 0 1 പ്ലസ് ഐ മൈനസ് 1 പ്ലസ് ഐ 0. അപ്പോൾ എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 0 മൈനസ് 1 മൈനസ് ഐ 1 മൈനസ് ഐ 0 എന്ന് വരികയാണ്. അതായത് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് കോൺജുഗേറ്റ് കണ്ടതാണ്. അതിൽ നമ്മൾ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താക്കിയാൽ മതി. ശരിയാണ്, നോക്കാം. മൈനസ് ഇൻറ്റു 0 0 മൈനസ് 1 മൈനസ് ഇൻറ്റു 1 പ്ലസ് ഐ ആണ് മൈനസ് 1 മൈനസ് ഐ എന്ന് ശരിയാണ്. മൈനസ് ഇൻറ്റു മൈനസ് 1 പ്ലസ് ഐ 1 മൈനസ് ഐ മൈനസ് ഇൻറ്റു 0 മൈനസ് 0. അപ്പോൾ എന്താണ്? എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണെന്ന് ആൻസർ കിട്ടാണ്. Any square matrix can be expressed as the sum of Hermitian and skew Hermitian matrix. നമ്മുടെ സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് മെട്രിക്സ് പറഞ്ഞ പോലെ തന്നെ ഹെർമിഷ്യൻ സ്ക്യൂ ഹെർമിഷ്യൻ മെട്രിക്സിൽ എന്താണ്? എ ഇസ് ഈക്വൽ ടു ഹാഫ് എ പ്ലസ് എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. അവിടെ എ ട്രാൻസ്പോസ് ആണ്, പ്ലസ് ഹാഫ് എ മൈനസ് എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. A is equal to half A plus A conjugate transpose plus half A minus A transpose. Another example, A is equal to 1 plus I 2I 5 minus A 1I matrix ആണ്. അതിൻ്റെ A conjugate transpose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസ് കണ്ടിട്ട് കോൺജുഗേറ്റ് കാണുകയാണ്. 1 മൈനസ് ഐ 5 മൈനസ് 2I 7I എന്ന് കിട്ടുകയാണ്. അതിൻ്റെ A പ്ലസ് എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ മെട്രിക്സ് 2I പ്ലസ് 5 മൈനസ് 2I 0 എന്ന് ആൻസർ കിട്ടും. എ മൈനസ് എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ 2I മൈനസ് 5
5 plus 2i minus 14i എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? A is equal to half a plus a conjugate transpose plus half a minus a conjugate transpose. Half into 2 into 2i plus 5, 5 minus 2i 0 plus half 2i, 2i minus 5, 5 plus 2i minus 14i എന്ന് ആൻസർ കിട്ടും. ഇനി നമ്മളതിനെ ഉള്ളിലേക്കിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സ് 2/2 7i/2 3i/2 0 പ്ലസ് 2i/2 മൈനസ് 3i/2 7i/2 മൈനസ് 14i/2 ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് 1 പ്ലസ് i 4i/2 10i/2 മൈനസ് 14i/2 കിട്ടും. ലാസ്റ്റ് ആൻസർ 1 പ്ലസ് i 2i 5i മൈനസ് 7i എന്ന ആൻസർ കിട്ടുകയാണ്. എ തന്നെയല്ലേ ഇതും? ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് കോൺജുഗേറ്റും കോൺജുഗേറ്റ് പ്ലസ് ഹാഫ് എ മൈനസ് ട്രാൻസ്പോസ് കോൺജുഗേറ്റും എയും ഈക്വൽ ആണെന്ന് കിട്ടി. എയും ഹെർമിഷ്യൻസ് യു ഹെർമിഷ്യൻസ് സമ്മും ഈക്വൽ ആണെന്ന് കിട്ടി. താങ്ക് യു.